എല്ലാവരും സുഖമായിരിക്കുന്നു. ഇന്ന് ഞാൻ വൺ ഓഫ് മൈ കംഫോർട്ട് ഫുഡായ നെയ്ച്ചോറും കോഴിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനൊരു കോഴിക്കോട്ടുകാരിയാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ പാചകത്തിൽ ഒരു കോഴിക്കോട് ടച്ച് നിങ്ങൾക്ക് കാണാൻ കഴിയും കേട്ടോ. ഞാനിവിടെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാനുള്ള മസാല പ്രിപ്പയർ ചെയ്യാണ്. ഇത് എൻ്റെ സ്വന്തം മസാലക്കൂട്ടാണ് കേട്ടോ. എൻ്റെ സ്വന്തം എന്ന് പറഞ്ഞാൽ അമ്മയുടെ അടുത്ത് നിന്ന് അടിച്ചു മാറ്റിയ മസാലക്കൂട്ട്. ഒന്നുമില്ല, ജസ്റ്റ് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒന്ന് നന്നായിട്ട് വറക്കുക. ഒരു മസാല ഒരു കളറ് വരുന്നവരെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു പൊടിയിലാണ് ഞാനത് മാരിനേറ്റ്. ഈ മസാലപ്പൊടിയിലേക്ക് ഇനിയും കുറച്ച് സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് കാശ്മീരി മുളക് പൊടി ഒരു കളറിന് വേണ്ടിയിട്ട്, പിന്നെ ചിക്കൻ മസാല, പിന്നെ ഗരം മസാല ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് വേറെ ചതയ്ക്കാനുണ്ട്. ഇത് മാരിനേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഞാൻ ആഡ് ചെയ്ത് ചിക്കനിൽ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ആദ്യം ഞാൻ ഈ മസാലയ്ക്ക് ഒന്ന് മിക്സ് ചെയ്യാണ്. ചിക്കനിലേക്കല്ല ഞാൻ ഇടാറ്. ആദ്യം മസാല നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആണ് ചിക്കൻ ഇടുക. എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ചിക്കൻ്റെ അവിടെയും ഇവിടെയൊക്കെ നമുക്ക് ഈ മസാല ഓരോരോ പൊടികൾ അവിടെയും ഇവിടെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കും. ഇതാകുമ്പോൾ നന്നായിട്ട് ഈവണായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ ഇടുകയാണെങ്കിൽ നമുക്ക് ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എല്ലാ മസാലയും പിടിക്കും. അതുകൊണ്ടാണ് കേട്ടോ. ഇതിന് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുകയാണേ. നമുക്ക് കുറച്ച് സമയം ഞാൻ വെക്കുന്നുണ്ട്. ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന ആ ഒരു ടൈം ഗ്യാപ്പ് ഞാൻ കൊടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ആ നന്നായിട്ട് പിടിച്ചാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കറിക്ക്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ നിയമമൊന്നുമില്ല, പക്ഷെ ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. ഇനി കുറച്ച് നേരം അതൊന്ന് പിടിക്കാൻ മാറ്റി വെക്കുന്നുണ്ട്. ഞാൻ ഉള്ളി ഒന്ന് മുറിക്കുകയാണ്. നെയ്ച്ചോറിലേക്ക് വേണ്ട ചെറിയ കട്ടി കുറഞ്ഞിട്ടാണ് ഉള്ളി അരിഞ്ഞെടുക്കുന്നത്. ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ഞാൻ ചതച്ചെടുക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഒരു ടേസ്റ്റാണ്. നന്നായിട്ട് അരയ്ക്കാറില്ല ഞാൻ, ഒന്ന് ചതച്ചെടുക്കുക ചെയ്യുക. ഇത് നെയ്ച്ചോറിനുള്ള അരിയാണ്. അത് ഞാൻ ജീരകശാല അരിയാണ് കേട്ടോ യൂസ് ചെയ്യുക. ഞങ്ങളുടെ നാട്ടിലേക്ക് ഈ റൈസാണ് ഉപയോഗിക്കുന്നത്. ഒരു പ്രത്യേക ഒരു അരോമയാണ് കേട്ടോ ഇത് നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ. ആദ്യം നമുക്കൊന്ന് നെയ്ച്ചോറിൽ സ്റ്റാർട്ട് ചെയ്യാം. നെയ്ച്ചോറിൽ ഞാൻ നെയ്യല്ല ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് എന്താണെന്നറിയില്ല, ഈ നെയ്ച്ചോറിന് ബട്ടറാണ് ബെറ്ററായിട്ട് തോന്നിയത്. കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നെ എൻ്റെ നെയ്ച്ചോറ് നന്നായിട്ട് തന്നെ വരാറുണ്ട്. ഇതിൽ തന്നെയാണ് ഞാൻ ഉള്ളിയും പിന്നെ ഈ കിസ്മിസ്, അണ്ടിപ്പരിപ്പ് ഇതെല്ലാം ഇതിൻ്റെ അകത്ത് തന്നെയാണ് വഴറ്റിയെടുക്കാറ് കേട്ടോ. ഉള്ളി നല്ല നൈസായിട്ട് അരിയണേ, ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ വല്ലാതെ കട്ടി തോന്നും. നൈസായിട്ട് അരിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് അത് പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടുള്ളൂ. ടേസ്റ്റും അത് തന്നെയാണ് കേട്ടോ. ഒരു ചെറിയ ബ്രൗൺ കളർ ആകുമ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ വല്ലാതെ അങ്ങ് കരിഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ നെയ്യ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവസാനം ഈ ഇങ്ങനെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബട്ടറും കുറച്ച് ഓയിലും യൂസ് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് നെയ്ച്ചോറിൽ നെയ്യ് മാത്രം യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് തന്നെ കണ്ടിന്യൂ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും അതിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ചിലർക്ക് സംശയം തോന്നും ഈ ബട്ടറിൽ എങ്ങനെയാണ് ചെയ്യാന്നതാ. ഇങ്ങനെയാണ് ചെയ്യുക കേട്ടോ. ഒരു കുഴപ്പം ഉണ്ടാവില്ല. വീഡിയോൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് എൻ്റെ നെയ്ച്ചോറ് കാണുമ്പോൾ അത് മനസ്സിലാവും. പിന്നെ ഈ സ്പൈസസ് എല്ലാം കൂടെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സ്പൈസസ് തന്നെയാണ് കേട്ടോ. ഈ ജാതിപത്രി, പിന്നെ കറാമ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഞാനൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷണലാണ്, പക്ഷേ എനിക്കിത് കുറച്ചുകൂടി ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് നെയ്ച്ചോറിൽ. ഇരട്ടി വെള്ളമാണ് ഞാൻ എടുത്തത്. 1 ഗ്ലാസ് അരിയാണ് എടുത്തത്. സോ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. തിളപ്പിച്ചിട്ടൊന്നുമില്ല, പച്ചവെള്ളം തന്നെയാണ്. സോറി, അരി ഇട്ടത് റെക്കോർഡായില്ല കേട്ടോ. ഞാൻ അരി ഇങ്ങനെ ഊറ്റി വെച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് കഴുകിയിട്ട് ഡയറക്റ്റ് ഇട്ടതാണ്. പിന്നെ വെള്ളത്തിൽ കുറച്ച് സുർക്ക ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഒരു 1/2 ടീസ്പൂണ്. ചെറുനാരങ്ങയ്ക്ക് പകരമാണ് ഞാൻ ഇട്ടത് കേട്ടോ. ചെറുനാരങ്ങ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ചെറുനാരങ്ങ യൂസ് ചെയ്യാം. ഞാനിവിടെ സുർക്കയാണ് ഉപയോഗിച്ചത്. ഞാൻ സുർക്കയാണ് കുറച്ച് കാലമായിട്ട് ഉപയോഗിക്കാറ്. പക്ഷേ സുർക്കയാണ് കുറച്ചുകൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത്, റൈസൊക്കെ ഒന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇടയ്ക്ക് ഞാനത് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ഈ സ്പൈസസും പിന്നെ ആ ബട്ടറിൻ്റെ ഒരു ഫ്ലേവറും എല്ലാം കൂടി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ നോൺ സ്റ്റിക്കാണ് യൂസ് ചെയ്തത്, അതുകൊണ്ട് അങ്ങനെ എനിക്ക് അടി പിടിച്ചിട്ടില്ല.
കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരുന്നു, പക്ഷെ ഇനിയും വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെന്ത് അലിഞ്ഞു പോകും. അതുകൊണ്ട് ഞാനത് ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ദം ഇടുമ്പം കുറച്ചുകൂടി അത് ബെറ്റർ ആവും. എന്തായാലും ഞാൻ ദം ഇടുന്നുണ്ട് കേട്ടോ. ചിലർ ദമ്മ് ഇടില്ല, പക്ഷേ ദം ഇടുമ്പം കുറച്ചുകൂടി നെയ്ച്ചോറ് നന്നാവും, റൈസൊക്കെ നന്നായി വിട്ട് കുറച്ചുകൂടി ഒരു അരിക്കൊക്കെ ഒരു സൈസ് തോന്നും, നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവും. ദം ഇടുമ്പോൾ ഞാൻ നെയ്യ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ RKG ആണ് യൂസ് ചെയ്യുന്നത്. RKG ഒരു പ്രത്യേക ഫ്ലേവറാണ്. ചിലർ ദം ഇടാറില്ല, പക്ഷെ ഞാനിവിടെ ഇടുന്നുണ്ട്. ഇടുമ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു ടേസ്റ്റ് തോന്നാറുണ്ട്. കുറച്ച് ക്യാരറ്റ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഉള്ളി, ഇത് കിസ്മിസും അണ്ടിപ്പരിപ്പും ഒക്കെ ഫ്രൈ ചെയ്ത് വെച്ചത്, അതിനകത്ത് ഞാൻ കുറച്ച് ഗരം മസാല ഇടും. കാരണം ഒരു ടേസ്റ്റാണ് അതിന്. സാധാരണ ബിരിയാണിക്കാണ് എല്ലാവരും ഇടുക, പക്ഷേ നെയ്ച്ചോറിനും ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഗരം മസാല കുറച്ച് ആഡ് ചെയ്യുള്ളൂ. ദമ്മിടുമ്പോൾ ഞാൻ അങ്ങനെ ഫോയിലൊന്നും വെച്ചില്ല, ജസ്റ്റ് ഇതിങ്ങനെ ഇതിൻ്റെ അകത്ത് തിരികെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കറിയുടെ പണിയിലേക്ക് പോവാം. ഞാൻ വെളിച്ചെണ്ണയാണ് സാധാരണ നമ്മുടെ നാടൻ നാളികേരത്തിൻ്റെ എണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഫ്രൈയിൽ കടുക് ഇടാത്തവരുണ്ട്, പക്ഷേ എനിക്ക് കടുക് ഇടുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് തോന്നും. ഞങ്ങൾ കടുക് ഇടാറുണ്ട് കേട്ടോ നാട്ടിൽ, മീൻസ് എൻ്റെ വീട്ടിൽ. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇടുന്നുണ്ട്. അങ്ങനെ ഞാൻ സെപ്പറേറ്റ് ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതൊക്കെ ആ ഫ്ലേവർ വേറെ തന്നെ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആദ്യം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷമാണ് ഞാൻ ഉള്ളി ഇടുക. കാരണം എന്താ വെച്ചാൽ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആദ്യം ഇടുമ്പം നമുക്ക് ആ എണ്ണയിൽ അതിൻ്റെ മൊത്തം ഫ്ലേവറും കിട്ടിയിട്ട് ചിക്കന് കൂടുതൽ ടേസ്റ്റ് തോന്നും. എന്നിട്ടാണ് ഉള്ളി ഞാൻ ഇടുക. ഉള്ളി അധികം കനം കുറയ്ക്കത്തുമില്ല, പക്ഷെ വല്ലാതെ കനത്തിൽ മുറിക്കാറില്ല. ഒരു മീഡിയം സൈസിലാണ് ഞാൻ എപ്പോഴും മുറിക്കാറ്. നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും ഇടുന്നത് നല്ലതായിരിക്കും. ഉപ്പിട്ടാൽ നിങ്ങൾക്കറിയാമല്ലോ ഈ സവാള നന്നായിട്ട് വഴണ്ട് കിട്ടും. പിന്നെ മഞ്ഞൾപ്പൊടി എന്താ വെച്ചാൽ നമ്മൾ ചിക്കൻ മിക്സ് ചെയ്യുമ്പം ഇങ്ങനെ ഈ ഉള്ളി ഇങ്ങനെ വെളുത്ത് കിടക്കും. എനിക്കത് കാണുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ഞാൻ ഇടുന്നത് കേട്ടോ. ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാറൊന്നുമില്ല. ഇങ്ങനെ അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം വേവിക്കും. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ബെറ്ററായി കിട്ടും ഉള്ളി. പിന്നെ എന്നിട്ട് വീണ്ടും അടച്ച് വെച്ച് ഒന്നുകൂടി വേവിച്ചിട്ട് പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ഞാൻ ചെയ്യുക. അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ചിക്കൻ ഇടാറുണ്ട് കേട്ടോ. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റ് എന്തായാലും ആയിട്ടുണ്ടാവും. അത് മെല്ലെ ഞാൻ ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കും. നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് അത് ഇളക്കണം കേട്ടോ. ആ ഉള്ളി ഇപ്പം രണ്ടും രണ്ടായിട്ടല്ലേ നിൽക്കുന്നത്, അപ്പോൾ ആ ഉള്ളി ആ ചിക്കനും എല്ലാം കൂടെ മിക്സായിട്ട് നമുക്ക് ഒരേപോലെ ഒരു കറി ആയിട്ട് തന്നെ കിട്ടണം. അതുകൊണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കും. വെള്ളം എന്ന് വെച്ചാൽ നമ്മളിപ്പം മാരിനേറ്റ് ചെയ്ത് വെച്ച ആ ഒരു ബൗളില്ലേ, ആ ബൗള് ഒന്ന് റിൻസ് ചെയ്യും. നല്ല വെള്ളം യൂസ് ചെയ്തിട്ട് ഒന്ന് റിൻസ് ചെയ്തിട്ട് ആ വെള്ളം ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കും. തീരെ വെള്ളം ഇല്ലാതെ ആയി ശരിയാവില്ലല്ലോ, നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഉള്ളതല്ലേ. അപ്പോൾ കുറച്ച് ഗ്രേവി എന്തായാലും വേണമല്ലോ. ഓൾറെഡി ചിക്കൻ്റെ അകത്ത് വെള്ളം ഉണ്ടാവും, പക്ഷെ എന്നാലും ഒന്ന് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അത് ഓപ്ഷണലാണ്. നിങ്ങളിപ്പോൾ ചപ്പാത്തിയൊക്കെ ആണെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ 10 മിനിറ്റിൻ്റെ ദമ്മിന് ശേഷം നമ്മുടെ നെയ്ച്ചോർ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ബട്ടറും സുർക്കയും എന്തിട്ടാലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് റൈസൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ആദ്യം നെയ്ച്ചോറ് ഉണ്ടാക്കിയ സമയത്ത് കുറച്ച് നമുക്കൊരു വെള്ളം കുടിച്ചോണ്ടുണ്ടായിരുന്നു, പക്ഷെ ദമ്മ് ഇട്ടപ്പോൾ അത് കറക്റ്റായിട്ട് നല്ല സ്മെല്ലുണ്ടായിരുന്നു. ആ ഉള്ളീൻ്റെ അത് ഞാൻ പറഞ്ഞാൽ ഗരം മസാലയൊക്കെ ഇട്ടാൽ നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ. ബിരിയാണിയിൽ മാത്രമല്ല നെയ്ച്ചോറിലും നമുക്കതിടാം. ചിക്കൻ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കുറച്ചേ വെള്ളം ഒഴിച്ചുള്ളൂ ഞാൻ, പക്ഷെ എന്നാലും നമുക്ക് ചിക്കൻ്റെ അകത്തു നിന്ന് വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല ഗ്രേവി ഫോമിൽ തന്നെ ആയിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. എന്തായാലും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഒന്ന് കുറുകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം വെള്ളം കുറച്ചധികം നമ്മൾ ഒഴിച്ചാലും കുഴപ്പമില്ല. പക്ഷേ കഴിക്കുന്നത് ഒരു അരമണിക്കൂറിന് ശേഷം കഴിച്ചാൽ ഒന്നുകൂടി അത് കുറുകി കിട്ടും. അപ്പം നമ്മൾ ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കുകയാണെങ്കിൽ ചിലപ്പം കുറച്ച് വെള്ളം പോലെ ആയിട്ടുണ്ടാവും കേട്ടോ. ചിക്കൻ എന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു പീസ് ഞാൻ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് മുറിച്ച് നോക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും അത് വെന്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. എല്ലാവരും അങ്ങനെ ആയിരിക്കും ചെയ്യുക, പക്ഷേ ഞാൻ പറഞ്ഞേ ഉള്ളൂ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്.
അപ്പോൾ ചിക്കനൊക്കെ വെന്ത് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുതിനയുടെ ഇല ആവശ്യമുള്ളവർക്ക് ഇടാം. എനിക്കതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല. മിക്സ് ചെയ്യേണ്ട ആൾക്കാർക്ക് മിക്സ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ, ഒരു ടേസ്റ്റിനാണ്. ഹെൽത്ത് കോൺഷ്യസ് ആയ ആൾക്കാരുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്, ചിക്കൻ കറി ആയതുകൊണ്ട്. അപ്പം നമ്മുടെ നെയ്ച്ചോറും കോഴിക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെയ്ച്ചോറൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, റൈത്ത പോലെ. ലഞ്ച് സ്പെഷ്യലാണെങ്കിൽ ഏതെങ്കിലും ഒരു കംഫോർട്ട് മൂവി എനിക്ക് നിർബന്ധമാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് ഞാൻ ഫുഡ് കഴിക്കാറ്. ഞാൻ ഇവിടെ സ്വപ്നക്കൂടാണ് വെച്ചത്. കുറേ ആയിട്ടുണ്ടായിരുന്നു ഞാൻ ആ മൂവി കണ്ടിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.